വിശുദ്ധ റമളാനിൽ അവതീർണമായ പരിശുദ്ധ ഖുർആനിന്റെ ആരംഭം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടാണ്, വായിക്കുക എന്ന്. അതുകൊണ്ട് നമുക്കൊക്കെ വായന ഒരു നിലയിൽ നിർബന്ധമാണ്. എന്താണ് വായിക്കേണ്ടത്? അള്ളാഹുവിനെയാണ് വായിച്ചെടുക്കേണ്ടത്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട്. അതിലൊരു സൂചനയാണ് അള്ളാഹുവിനെ വായിച്ചെടുക്കുക എന്നത്. അള്ളാഹുവിനെ വായിച്ചെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗ്രന്ഥങ്ങൾ മാത്രമല്ല, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, അത് മാത്രമല്ല ആയത്തുകൾ, ഈ പ്രപഞ്ചം മൊത്തം ആയത്താണ്. അള്ളാഹുവിനെ അറിയാൻ കഴിയാത്ത ഒരു വസ്തു ഈ ഭൂമിയിലില്ല. ഞാനൊരിക്കലൊരു ക്രിസ്ത്യൻ സഹോദരൻ ഒരു പാതിരിയോട് ചോദിച്ചു, യേശുക്രിസ്തുവാണ് ദൈവമെങ്കിൽ യേശുക്രിസ്തു സൃഷ്ടിച്ചോ എന്ന് കൃത്യമായി പറയാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു വസ്തു നിങ്ങളൊന്ന് പറഞ്ഞിരുന്നു വെച്ചു. ഇത് യേശുക്രിസ്തു സൃഷ്ടിച്ചതാണ്. ആ മല, ഈ വൃക്ഷം, ആ മത്സ്യം, ഈ പക്ഷി, എന്തായാലും വേണ്ടി ഇന്ന സാധനം യേശുക്രിസ്തു ആണ് സൃഷ്ടിച്ചത് എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനം ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അള്ളാഹു ആണ് ഖാലിഖ്, സൃഷ്ടാവ് അവനാണ്. അള്ളാഹു താല പ്രഥമമായി ആവശ്യപ്പെട്ടതിന് അവന്റെ സൃഷ്ടി വൈഭവം മനസ്സിലാക്കിയിട്ട് പടച്ചവനെ കണ്ടെത്തുക എന്നാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നാണ്. ഖാലിഖിനെ മനസ്സിലാക്കുക എന്നാണ്. ഈ ലോകത്ത് മശ്രിക്കും മഗ്രിബും മൊത്തം സംയുക്തമായി അതിലുള്ള ഭൂതവിഭാഗവും മനുഷ്യവിഭാഗവും ബുദ്ധിമാന്മാരെല്ലാരും ഒരുമിച്ച് കൂടി ശ്രമിച്ചാലും ഇല്ലാത്തൊരു വസ്തുവിനെ ഉണ്ടാക്കാൻ ഇന്ന് വരെ മനുഷ്യന് സാധിച്ചിട്ടില്ല. ഇനി നാളെ മുതൽ ഇലാ യൗമിൽ ഖിയാമ സാധ്യവുമല്ല. ഖാലിഖ് റബ്ബാണ്. ആ റബ്ബിനെ വായിക്കാനാണ് പടച്ചോൻ ഖുർആനിൽ ആദ്യം പറഞ്ഞത്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. റബ്ബിനെ വായിക്കാനാണ്. വായിച്ചാൽ പിന്നെ അവൻ പറയും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതാണ് മുസാഫിന്റെ ആരംഭം. ചട്ടം കണ്ട് മറിച്ചാൽ ആദ്യത്തെ സൂറത്ത് രണ്ടാമത്തെ ആയത്ത് ബിസ്മി കഴിഞ്ഞാൽ പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ അൽഹംദു എന്ന ഹാലിലേക്കാണ് നമ്മൾ കയറേണ്ടത്. അത് പല സ്ഥലത്തും അല്ലാഹു സൂചിപ്പിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ, അവിടെ അൽഹംദുലില്ലാഹ് എന്നാണ്. അപ്പൊ അബ്ദ് എപ്പോഴും ഏത് സമയത്തും ഹംദിലേക്ക് തുടിക്കുന്ന കൽബിന്റെ ഉടമയായിരിക്കണം. ഹംദ് നാലായിട്ടുണ്ട്. ഒന്ന് നാവുകൊണ്ടുള്ള ഹംദ്, അൽഹംദുലില്ലാഹ്, ഏത് സമയത്തും അൽഹംദുലില്ലാഹ്. പ്രയാസ സമയത്തും അൽഹംദുലില്ലാഹ്, എളുപ്പ സമയത്തും അൽഹംദുലില്ലാഹ്, ദാരിദ്ര്യ സമയത്തും അൽഹംദുലില്ലാഹ്, ഐശ്വര്യ സമയത്തും അൽഹംദുലില്ലാഹ്, രോഗസമയത്തും അൽഹംദുലില്ലാഹ്, ആരോഗ്യ സമയത്തും അൽഹംദുലില്ലാഹ്. വല്ലാത്തൊരു തൗഫീഖാണ്. അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ. രണ്ടാമത്തത്, അവന്റെ അവയവങ്ങളെ കൊണ്ടൊരു ഹംദുണ്ട്. അവന്റെ അവയവങ്ങളെ കൊണ്ട് പടച്ചവൻ ഇഷ്ടപ്പെടാത്ത, അവന് വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറ്റി വെക്കുക. അത് അള്ളാഹിന്റെ ഒരു ഹംദാണ്. മൂന്നാമത്തെ ഒരു ഹംദുണ്ട്, കൽബുകൊണ്ട് അള്ളാഹിനെ പഠിക്കുക എന്നുള്ളതാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അതൊരു ഹംദാണ്. പിന്നൊരു ഹംദുണ്ട്, ആത്മാവിൽ നിന്ന് അള്ളാഹു അല്ലാത്ത മുഴുവനത്തിനെയും തള്ളുക എന്നത്, അതൊരു ഹംദാണ്. ഈ 4 ഹംദ് പൂർത്തിയാക്കിയവൻ അവന്റെ ഹംദിന്റെ കോഴ്സ് പൂർത്തിയാക്കി അവൻ പോകുന്ന സമയത്ത് ചിരിച്ചുകൊണ്ടാണ് മരിക്കുക. ആ കൂട്ടത്തിൽ അള്ളാഹു തആല നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ അതുകൊണ്ട് അത് പരിശീലിക്കേണ്ട സമയം റമളാനിലാണ്. കാരണം അതിന് തടസ്സാകുന്ന 2 കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന് അധരം, മറ്റൊന്ന് ഉദരം. ഈ 2 അതിന് തടസ്സാകുന്നത്. ഇത് 2നെയും അള്ളാഹു തആല ബ്ലോക്ക് ചെയ്തു റമളാനിൽ. ഉദരത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബ്ലോക്ക് ചെയ്തു. അതിലേക്ക് ഒരു വെള്ളം നീ പോകാൻ പാടില്ല, ഒരു അന്നം കയറാൻ പാടില്ല. അപ്പൊ അതിനെ ബ്ലോക്ക് ചെയ്തു. അധരത്തെ മുസ്തഫ നബി ബ്ലോക്ക് ചെയ്തു. മല്ലമദ ഖൗലസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അയ്യദാ തഅമഹു വശറാബ എന്ന് പറഞ്ഞ് അതിനെയും ബ്ലോക്ക് ചെയ്തു. പിന്നെ സ്വാഭാവികമായും മനുഷ്യൻ സ്വകാര്യ അവയവത്തെയും ബ്ലോക്ക് ചെയ്യുന്നു. ഈ 3 മനുഷ്യനെ അള്ളാഹുവിലേക്ക് എത്തിക്കുന്നതിന് തടസ്സമായിട്ടുള്ളത്. ആ 3നെയും അള്ളാഹു തആല കട്ട് ചെയ്തു. എന്തിന്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അള്ളാഹിനൊന്ന് വായിച്ചെടുക്കാൻ വേണ്ടി. ആ വായിച്ചെടുക്കാൻ പ്രധാനമായി വേണ്ടത് അത് അറിയുന്ന ആളുകളെടുത്തൊന്നും പോയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. വേറൊന്നും വേണ്ട.
നമ്മൾ പറയുന്ന ഇങ്ങനെ പുസ്തകം വായിച്ചുകൊണ്ട് മാത്രം ഇത് കൽബിക്ക് കയറൂല. ആ അറിയുന്ന ആളുകളെടുത്ത് ഒരു കുറഞ്ഞ സമയം ഇരിക്കുക, എന്നാൽ നമ്മളെ കൽബിക്ക് അല്ലാഹ് എന്നുള്ള ബോധം തീച്ചൂടാണ്ട് കയറും. സിദ്ദീഖ് സുഖ്തി റളിയല്ലാഹു തആല വലിയ മഹാനായിരുന്നു. ഒരു വഫാത്തായത് ഈ ദിവസമാണ്. റമളാൻ എത്രയാണ്? ഈ ദിവസമാണ് വഫാത്തായത്. അല്ലാഹു തആല അവർക്ക് ദറജ ഉയർത്തി കൊടുക്കട്ടെ. വലിയ മഹാനായിരുന്നു. അവരിങ്ങനെ അള്ളാഹിനെ കുറിച്ച് പറയണ ഒരു സാസില്. അപ്പൊ ആ നാട്ടിലെ അഹങ്കാരിയും ധനാഢ്യനും ആഡംബര പ്രേമിയുമായ അബൂ യസീദ് എന്ന് പറയുന്ന ഒരു മനുഷ്യണ്ടായിരുന്നു. സ്വർണത്തിന്റെ വള ഇട്ടിട്ടാ നടക്കുക. സ്വർണത്തിന്റെ വള, പട്ടിന്റെ കുപ്പായം. അന്നത്തെ ഏറ്റവും വലിയ മേത്തരം കുതിരയാണ് അദ്ദേഹത്തിന്റെ വണ്ടി. അന്ന് അതാണല്ലോ വാഹനമായിട്ടുള്ളത്. അതിന് മേലെ കയറിയിട്ട് ഇങ്ങനെ നാടിന് മുഴുവന് വിറപ്പിച്ച് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഭയങ്കര അഹങ്കാരിയാണ്. അത്ര വലിയ പണക്കാരനാണ്. വലിയ ആഡംബര പ്രേമിയാണ്. അങ്ങനെ കുതിരപ്പുറത്ത് കയറി 5-6 സ്വർണത്തിന്റെ വളയൊക്കെ ഇട്ട് പട്ടിന്റെ കുപ്പായിട്ടിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് സിദ്ദീഖ് സുഖ്തി റളിയല്ലാഹു അൻഹു അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത്. ആ ക്ലാസ് ഇട്ടിട്ട് അള്ളാഹിന്റെ റഹ്മത്ത് മനസ്സിലായിട്ട് കുറെ ആൾക്കാർ അബോധാവസ്ഥയിലാണ്. കുറെ ആളുകൾ ഭയങ്കര കരച്ചില്, തമ്മാടികളിൽ പല ആളുകളും തൗബ ചെയ്യണ്. ഇതൊക്കെ കൂടി ആയപ്പോ മൂപ്പര് എന്ത് ചെയ്ത്, മൂപ്പര് പോകുന്നത് ക്ലബ്ബിക്കാണ്. അന്നത്തെ ക്ലബ്ബിക്കാണ്. കള്ളുടിച്ച് തുള്ളാൻ വേണ്ടി പോവാണ്. അപ്പൊ ഈ പോണ പോക്കയില് കുതിരപ്പുറത്ത് കുറച്ചേരം ഇരുന്നിട്ട് ഉസ്താദിന്റെ വഹലൊന്നും ഇങ്ങനെ കേട്ടു. വാള് കേട്ടപ്പോ അള്ളാഹിന്റെ റഹ്മത്തും അള്ളാഹുവിന്റെ വിശാലമായ സ്നേഹമൊക്കെ കൂടി ഇങ്ങോട്ട് പറഞ്ഞപ്പോ ഈ അഹങ്കാരിയായ ചെറുപ്പക്കാരന്റെ കണ്ണിൽ അറിയാതെ വെള്ളം നിറഞ്ഞു. അതാണ് അള്ളാഹിനെ കുറിച്ച് കേട്ടത്. വെള്ളം നിറഞ്ഞെന്ന് മാത്രമല്ല, കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങി സദസ്സിന്റെ ബാക്കിൽ പോയിരുന്നു. അന്ന് ക്ലബ്ബിൽ പോയില്ല, തിരിച്ച് വീട്ടിൽ തന്നെ പോയി. അവിടെ ഭയങ്കര കൊട്ടാരാണ്. ഭാര്യയും കുട്ടികളൊക്കെ മുഴുവനും ദൂർത്തിന്റെ ആളുകളാണ്, പരിഷ്കാരികളാണ്. പക്ഷേ ഇറങ്ങിയതുപോലെയല്ല തിരിച്ച് ഭർത്താവ് വരുന്നത്. സംസാരത്തിനൊക്കെ ഒരു കുറവ്, എന്തോ ഒറ്റക്ക് ചിന്തിച്ചിരിക്കുക. അള്ളാഹ് എന്നുള്ളത് തലയിൽ കയറി അങ്ങനെയാണ്, ഒറ്റങ്ങനെ ചിന്തിച്ചിരിക്കുക. രണ്ടാമത്തെ ദിവസം പിന്നെ സ്വർണത്തിന്റെ വളയൊക്കെ ഒഴിവാക്കി, പട്ടിന്റെ കുപ്പായ ഒഴിവാക്കി. പിന്നെ ഇറങ്ങുന്നത് ക്ലബ്ബിക്കല്ല, ഉസ്താദിന്റെ സദസ്സുക്കാണ്. സ്നേഹം തുടങ്ങിയ അങ്ങനെ സദസ്സുകായിട്ട് വന്നു. കുറച്ച് മുമ്പിലിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്മാടികളെ പരലോകത്ത് കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ അതിശക്തമായി പ്രസംഗിച്ചു ബഹുമാനപ്പെട്ടവർ. എല്ലാരും കരഞ്ഞ് തളർന്ന് വീണ കൂട്ടത്തില് അബൂ യസീദ് എന്നവരും കരഞ്ഞ് തളർന്നു. 2-ാം ദിവസം പോയപ്പോൾ വീട്ടിൽ ഒറ്റക്കിരുന്ന് ധ്യാനം ചെയ്യണം, ഇബാദത്തിൽ മുഴുകുന്ന ഭർത്താവിനെ കണ്ടപ്പോ ഭാര്യക്കും കുട്ടികൾക്കൊക്കെ അത്ഭുതമായി. കാരണം ഇന്ന് ധൂർത്തുമില്ല, അഹങ്കാരത്തിന്റെ വെടി പൊട്ടിക്കണില്ല, ആഡംബരത്തിലേക്ക് പ്രേരിപ്പിക്കണില്ല. വീട്ടിലൊക്കെ ഒരു ചിട്ട. 3-ാം ദിവസം മുന്നിൽ പോയിരുന്നു. ഒരു പഴയ ഷർട്ട് ഇട്ടിക്കണ്. അള്ളങ്ങട്ട് കേറിയപ്പോഴേക്ക് ജീവിതത്തിൽ വരുന്ന മാറ്റം കണ്ടോ? പഴയ ഷർട്ട് ഇട്ട് എല്ലാം കഴിഞ്ഞു അവിടെ ഇരുന്ന് കേട്ട്. അള്ളാന്റെ റഹ്മത്തായിരുന്നു അന്നത്തെ വിഷയം. ഇന്നലില്ലാഹി മിഅത റഹ്മ അൻസല മിൻഹാ റഹ്മതൻ വാഹിദതൻ ബൈനൽ ജിന്നി വൽ ഇൻസി വത്ത്വയ്രി വൽ ഹവാമി വൽ ബഹായിം ഫിഹാ യതആതഫൂൻ വബിഹാ യതറാഹമൂൻ വഅഖറ 99 റഹ്മ യർഹമു ബിഹാ ബൈന ഇബാദിഹി യൗമൽ ഖിയാമ. ഈ ഹദീസൊക്കെ പറഞ്ഞ് അള്ളാഹുവിന്റെ വിശാലമായ റഹ്മത്തിലേക്ക് ശ്രോതാക്കളെ ക്ഷണിക്കുന്ന, ഹൃദയത്തിലേക്ക് തുളഞ്ഞു കയറുന്ന വിഷയമായിരുന്നു 3-ാം ദിവസം. അതിൽ ജനങ്ങളൊക്കെ അള്ളാഹനങ്ങട്ട് സ്നേഹിച്ചിട്ട് കരയണ കൂട്ടത്തിൽ ഈ അഹങ്കാരിയായ ആഡംബരക്കാരനായ ധൂർത്തിന്റെ വക്താവായ അബൂ യസീദും കരയാൻ തുടങ്ങി. അന്ന് വേല കഴിഞ്ഞിട്ട് വരി പോയില്ല, നേരെ രാജ്യം വിട്ട് വേറെ സ്ഥലത്ത് പോയി. വീട്ടുകാരൊക്കെ തെരഞ്ഞു നടക്കാൻ തുടങ്ങി. ആർക്കും എവിടെ ഒരു പുറത്തല്ല. കാരണം ഈ മഹാന്റെ ഈ ദിവസമാണ് അവർ വഫാത്തായത്. അതുകൊണ്ട് അത് ഓർത്തുപോയത്. അവര് അള്ളാഹുവിനെ കുറിച്ചുള്ള വയല് കേട്ടതാണ്, കൽബിക്ക് തുളഞ്ഞു കയറിയതാണ്. കൊല്ലങ്ങൾക്ക് ശേഷം അവർ ഇബാദത്ത് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഉസ്താദിനെ കാണാൻ വേണ്ടി തിരിച്ചു വന്നു. അപ്പൊ ഉസ്താദ് വേഗം വീട്ടിക്ക് വിവരം കൊടുത്തു, ആളെത്തിയിട്ടുണ്ട്, വരാൻ വേണ്ടി പറയണമെന്നാണ്. ഭാര്യയും കുട്ടികളും നാട്ടുകാരൊക്കെ വന്നു. അപ്പോഴേക്കാണ് രൂപമൊക്കെ മാറിയിട്ടുണ്ട്. തടിയൊക്കെ പോയി, രൂപം മാറി, മുഖം മാറി. കാരണം ഇതുവരെ അള്ളാഹിനെ തിരിഞ്ഞിട്ടില്ല. ദുന്യാവിനെ അലച്ചു വെച്ച് പ്രേമിച്ച് അതിന്റെ എച്ചിലുകൾക്ക് വേണ്ടി നടന്ന് അത് വാരിയെടുത്ത് അതാണ് ജീവിതമെന്ന് ആഘോഷിച്ച് ലോകത്ത് വറപ്പിക്കുന്ന അഹങ്കാരിയായിരുന്നു. അള്ളാന്നുള്ളത് കൽബക്കാണ്ട് കയറിയപ്പോ ശരീരം ക്ഷീണിച്ചു, പരലോകം ഓർത്തു, കരയാൻ തുടങ്ങി. ഇബാദത്തിന് വേണ്ടി മാത്രം ഷെഡ് കെട്ടി, പർണശാല കെട്ടി അവിടുന്ന് തിരിച്ചു വന്നപ്പോ വിവരം അറിയിച്ചു. ഭാര്യയും കുട്ടികളൊക്കെ വന്നു.
അപ്പൊ ഉസ്താദ് പറഞ്ഞു, നിങ്ങളിന്റെ വാല് കേട്ടിട്ടാണ് മാറ്റം വന്നിട്ടുള്ളത്. ഇപ്പൊ ഒരു ആക്ഷേപമുള്ളത് നിങ്ങൾ കുടുംബം ഒഴിവാക്കി ഭാര്യനെയും കുട്ടികളൊക്കെ ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് ആകെ ആക്ഷേപമുണ്ട്. അത് ശരിയല്ലല്ലോ, നിങ്ങളെ കടമല്ലേ ഭാര്യനെയും കുട്ടികളൊക്കെ നോക്കല്. അതുകൊണ്ട് എന്താ തീരുമാനം, വരെ കൂടെ പോണില്ലേ എന്ന് വെച്ചു. അപ്പോ ഈ ചെറുപ്പക്കാരൻ ഉസ്താദിനോട് പറഞ്ഞു, ഞാൻ ഉസ്താദിനെ സാക്ഷി നിർത്തിയിട്ട് പറയാം, ഞാൻ പോവാം, പക്ഷെ എനിക്ക് ഇന്ന് വരെ താമസിച്ച വീട് പറ്റൂല, എനിക്ക് പറ്റുന്നൊരു ചെറിയ വീടാണ്, ആ വീട് വിറ്റിട്ടുണ്ടാക്കുക. പിന്നെ ഇവളെ ഈ വസ്ത്രങ്ങൾ നോക്കി ഉസ്താദെ, ഇത് പരിഷ്കാരത്തിന്റെ വേഷമാണ്, ഇതൊക്കെ മാറ്റിയിട്ട് മുഹമ്മദ് നബി പറഞ്ഞ വേഷം കെട്ടണം. എന്റെ കുട്ടികൾ ഖുർആൻ പഠിക്കണം. ഇതൊക്കെ നിങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് അവർ സമ്മതിക്കുകയാണെങ്കിൽ ഞാനിപ്പോ വീട്ടിലേക്ക് പോവാ, അല്ലെങ്കിൽ ഞാൻ ഇബാദത്ത് ചെയ്യുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചപ്പോ അവർക്കൊന്നും ഇഷ്ടമല്ല, കാരണം അവര് വേറെ ലോകത്താണുള്ളത്, ഈ രീതിയിലൊന്നും അവർക്ക് ഇഷ്ടമല്ല. അപ്പൊ അവരെ ഒഴിവാക്കിയിട്ട് പിന്നെയും പോയി. പിന്നെ എവിടേക്കാ പോയെന്നറിയില്ല. പിന്നെ മഹാനവറുകൾ കേൾക്കുന്നത്, അപരിചിതരായ ചില ആളുകൾ വന്നിട്ട് അവരുടെ നാട്ടിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്, ഒഴിഞ്ഞ സ്ഥലത്തിരുന്നിട്ട് രാത്രി കരച്ചിലും പിടിച്ചിലും ഇബാദത്തും സുജൂദും മാത്രാണ്. ആ ചെറുപ്പക്കാരൻ മരിച്ച ആ മരണസമയത്തുള്ള ആ ചെറുപ്പക്കാരന്റെ അത്ഭുതകരമായ അനുഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ്. ആ ചെറുപ്പക്കാരൻ മരിക്കാൻ സമയത്ത് ഒളൂ ചെയ്ത ഒരു സ്ഥലം കണ്ടിച്ച് അവിടെ ഖിബലക്ക് നേരെ തിരിഞ്ഞ് ഉറക്ക ദിക്ർ ചൊല്ലി എന്ന് മാത്രല്ല, അള്ളാഹിനെ കുറിച്ച് വാചാലമായി സംസാരിച്ചു. അവസാനം മരിക്കുന്ന സമയത്ത് കടന്നിട്ട് കണ്ടിരിക്കുന്ന ആൾക്കാരോട് പറഞ്ഞു, ഫലിഹാദാ ആർക്കെങ്കിലും അധ്വാനിക്കാൻ കഴിയുമെങ്കിൽ എന്നെ പോലെ ഇതിനു വേണ്ടി അധ്വാനിച്ച് മാർക്ക് വാങ്ങിക്കോ, ദുനിയാവിന്റെ ചതിയിൽ പെടണ്ട എന്ന് പറഞ്ഞ് ദിക്റല്ലിയിട്ട് കിടന്ന് മരിച്ചു എന്ന് പറഞ്ഞപ്പോ ഈ കേട്ട വിശേഷണങ്ങളൊക്കെ വെച്ചിട്ട് അത് ആ പഴയ കാലത്ത് അഹങ്കാരിയായി ജീവിച്ച അബൂ യസീദ് ആവാനുള്ള സാധ്യത വിലയിരുത്തി സിദ്ദീഖ് പോയി നോക്കുമ്പോ തന്റെ വാല് കേട്ടിട്ട് അള്ളാനെ പ്രണയിച്ചിട്ട് ദുന്യാവിനെ തൊലാക്കല്ലി ഒറ്റക്കിരുന്ന് സുജൂദിൽ കഴിഞ്ഞ മനുഷ്യനാണ് മരിച്ചു കിടക്കുന്നത്. അള്ളാന്റെ റഹ്മത്താണ്ട് കേട്ടപ്പോഴേക്ക് അടിമുടി ആള് മാറി ചിരിച്ചിട്ട് ഈമാനോടുകൂടി ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞു. ദീർഘമായിട്ട് ഞാൻ പറയില്ല, സുബീദേശം അള്ളാഹിനെ കുറിച്ചാണ് പറയല്. നമ്മൾ ഖാലിഖായ റബ്ബിനെ വായിച്ചെടുക്കണം പ്രിയപ്പെട്ടവരെ. വായിക്കാനുള്ളതാണ് മുസാഫ്, വായിക്കാനുള്ളതാണ് സൂര്യൻ, വായിക്കാനുള്ളതാണ് ആകാശം, വായിക്കാനുള്ളതാണ് ഭൂമി, വായിച്ചെടുക്കാനുള്ളതാണ് പക്ഷികൾ. 15,000 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് നമ്മുടെ നാട്ടിലേക്കും മറുനാടുകളിലേക്കും വരുന്ന ദേശാടന പക്ഷികളുണ്ട്, അവരെ കുറിച്ച് വായിച്ചെടുത്തു നോക്കൂ. എനിക്ക് 200 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ 20 സ്ഥലത്തുനിന്ന് ആളുകളോട് ചോദിക്കണം ഞാൻ പോണ സ്ഥലത്തേക്കുള്ള റൂട്ട്, അല്ലെങ്കിൽ ഇനി റൂട്ട് മാപ്പ് അയച്ചെന്നാലും അതൊക്കെ തെറ്റിപ്പോവാ, എന്നിട്ട് വേറെ അങ്ങോട്ടൊക്കെ വണ്ടി പോവും. എന്നാൽ 15,000 കിലോമീറ്റർ വരെ പാറിപ്പറക്കുന്ന ദേശാടന പക്ഷികൾക്ക് ഒരു സ്ഥലത്ത് പോലും ഇരുന്നു കൊണ്ട് റൂട്ട് മാപ്പ് അന്വേഷിക്കേണ്ട ആവശ്യമില്ല, കാരണം അവർക്ക് റൂട്ട് തെറ്റുകയില്ല. ഈ പക്ഷികൾ 15,000 കിലോമീറ്റർ വന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് അവർ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് പോവുക. ആ പക്ഷികളെ കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ പറയുന്നു, തിരിച്ചു പോകുന്ന സമയത്ത് അമ്മമാര് പിറകിലും ഇവിടെ വെച്ച് അവരുടെ നാടല്ലാത്ത മറ്റൊരു നാടിൽ വെച്ച് വിരിഞ്ഞ ചെറിയ കുട്ടികൾ മുന്നിലുമായിരിക്കും. വരുമ്പോൾ ഈ കുട്ടികളില്ല, വരുമ്പുണ്ടെങ്കിൽ വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകുന്നവർക്ക് പോവായിരുന്നു, വരുമ്പോ ഈ കുട്ടികളില്ല. വരുമ്പോ ഇല്ലാത്ത കുട്ടികൾ പോകുന്ന സമയത്ത് മാതാപിതാക്കളെ പിന്നിലാക്കുകയും അവര് മുന്നിൽ പറക്കുകയും ചെയ്തിട്ട് പോലും ആ ചെറിയ കുട്ടികൾക്ക് അവർ എത്തേണ്ട സ്ഥലത്തേക്ക് എത്താൻ ഒരാളോട് പോലും റൂട്ട് അന്വേഷിക്കേണ്ട ആവശ്യമെന്നില്ല. കാരണം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്താ അവിടെ അള്ളാഹിനെ കുറിച്ച് പഠിക്കാനില്ലാത്തത്? എല്ലാം അള്ളാഹിനെ കുറിച്ച് പഠിക്കാനുള്ളതാണ്. എല്ലാം. ആകാശം, തൂണുകൾ നമ്മൾ കാണുന്നില്ലല്ലോ. തൂണില്ലാതെ നമുക്ക് പന്തലുണ്ടാക്കാൻ കഴിയും? തൂണ് കാണുന്നില്ല, പക്ഷെ ആകാശം മനോഹരമാണ് നമ്മുടെ അനുഭവത്തിൽ. അതിഞ്ഞ് ഉരുണ്ടിട്ട അതൊക്കെ വേറെ കാര്യങ്ങൾ. നമുക്ക് അള്ളാഹു തആല അങ്ങനെ ആക്കി തന്നില്ലേ? ഭൂമി പരന്നിട്ടാണോ ഉരുണ്ടിട്ടാണോ എന്നൊന്നും ഖുർആൻ പറയണില്ല, പരന്നിട്ടാണെന്ന് ഖുർആൻ പറയണില്ല. നമുക്കുള്ള അനുഭവമാണ് ഖുർആൻ പറയണത്. നമുക്ക് പരന്നായിട്ട് തോന്നണില്ലേ എന്നാണ് അള്ളാഹ് ചോദിച്ചത്. നമുക്ക് തൊട്ടിലായിട്ട് തോന്നണില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അലം നജ്അലിൽ അർള മിഹാദ, നിങ്ങൾക്ക് ഞാൻ ഭൂമി തൊട്ടിലാക്കി തന്നില്ലേന്ന്. അത് യുക്തിവാദികൾ ആരും എടുക്കണില്ല. അതിനർത്ഥം തൊട്ടിൽ പോലെ സ്പ്രിങ് ഇട്ട് കെട്ടിയിട്ട് 2 ഭാഗത്തേക്കും ഉയർന്നു നിൽക്കുന്ന ഒരു കുണ്ടുള്ള സാധനം എന്നല്ലല്ലോ.
തൊട്ടിലിൽ കിടക്കുന്ന ഒരു കുട്ടിക്ക് ആ തൊട്ടിലിൽ കിടന്നാലുള്ള അനുഭൂതിയും അനുഗ്രഹം എന്താണോ അതുപോലെ ഭൂമി നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതന്നെയാണ് വിരിപ്പാക്കി തന്നില്ലേ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം. അല്ലാതെ പരത്തി പത്തിരി പോലെ ആക്കിയെന്നൊന്നും അതിന് അർത്ഥമില്ല. അപ്പോ ഇതെല്ലാ കാര്യം ചിന്തിച്ചാലും നമുക്ക് മുറിഞ്ഞു വീഴാനുള്ളത് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബി അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലൻ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഇതാണ് നമുക്ക് എത്താനുള്ളത്. ഈ ആയത്തുണ്ടല്ലോ, രാത്രി എണീറ്റിട്ട് മേപ്പെട്ട് നോക്കിയിട്ടൊന്ന് ചൊല്ലിയാൽ ആകാശത്തുള്ള നക്ഷത്രങ്ങളുടെ കണക്കനുസരിച്ചുകൊണ്ട് കൂലി കിട്ടുമെന്ന് ഹദീസിൽ കാണാം. അത്താത്തിനൊക്കെ എണീച്ചാല് ഈ ആയത്ത് മനപ്പാടുണ്ടെങ്കിൽ മേപ്പെട്ട് നോക്കിയിട്ടൊന്ന് ചൊല്ലുക. എന്നാ അവിടെയുള്ള നക്ഷത്രങ്ങളുടെ കണക്കനുസരിച്ചുകൊണ്ട് ചൊല്ലിയതിന് കൂലി കിട്ടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ആയത്തിന്റെ കടുപ്പ് അങ്ങനെയാണ്. ഈ ആയത്ത് ഇറങ്ങിയെന്ന് സുബ്ഹി വരെ ഉറങ്ങാതെ മുസല്ലയിൽ ഇരുന്നു കരഞ്ഞു നബിയുനാ റസൂലുള്ളാഹി. മുസല്ലയിൽ ഇരുന്ന് കരഞ്ഞു. മഹാനരായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു വന്നു റസൂലുള്ളാഹിന്റെ വാതിലിന്റെ അവിടുന്ന് ഒരു ചെറിയ ഇശാറത്ത് കൊടുത്താൽ രണ്ടാളും കൂടിയാണ് പിന്നെ പലപ്പോഴും പള്ളിയിൽ പോവുക. പക്ഷെ അന്ന് എത്ര വാതിലിന് അവിടെ നിന്നാലും റസൂലുള്ള എണീക്കണില്ല കാരണം അങ്ങോട്ട് വരണില്ല. അവസാനം ബിലാൽ തങ്ങൾ കർട്ടനൊന്ന് നീക്കിയിട്ട് നോക്കിയപ്പോ മുസല്ലയിൽ ഇരുന്നിട്ട് കരഞ്ഞ് ഇരിക്കുന്ന സ്ഥലം മുഴുവനും നനഞ്ഞിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. ബിലാൽ തങ്ങൾക്ക് വല്ലാത്ത വിഷമായി. മുത്തനബേ എന്താ അങ്ങനെ കരയണ? എന്താണ് ഇന്നലെ ഉണ്ടായത്? അവരിങ്ങനെ അന്വേഷിക്കും. അപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബിലാലെ, എനിക്ക് ഇന്നലെ ഇറങ്ങിയ ഒരു ആയത്താണ് എന്നെ കരയിപ്പിച്ചത്. ആ ആയത്ത് ഇതായിരുന്നു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി എന്ന് പറയുന്ന ആയത്ത്. ഈ ആയത്ത് ചിന്തിച്ചാൽ കരയാത്തവനുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ബിലാലെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ ആയത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് ഈ പ്രപഞ്ചം മൊത്തം അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ആയത്തുകളാണ് എന്നാണ്. രാവ് പകല് ആകാശം ഭൂമി ഇതൊക്കെ ചിന്തിച്ചാൽ അള്ളാഹിനെ വായിക്കാനുള്ളതാണ്. അള്ളാഹിനെ വായിച്ചെടുക്കണം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇവിടെ ഖാലിഖ് അല്ലാഹ് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അല്ലാഹ് മാത്രമേ ഉള്ളൂ. ഇല്ലാത്തതിൽ നിന്നൊരു വസ്തുവിനെ പുതുതായി ഉണ്ടാക്കാൻ ഒരാൾക്കും കഴിയില്ല, ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ല, ഇനി ഒട്ട് കഴിയുകയുമില്ല. ആ ഖാലിഖായ റബ്ബിനെ പഠിച്ച് ആ ഖാലിഖായ റബ്ബിനെ മനസ്സിലാക്കി ആ ഖാലിഖായ റബ്ബിന് എന്താണ് നമ്മോട് പറയാനുള്ളത് എന്ന് ഖുർആൻ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിതം ധന്യമായി ക്രമപ്പെടുത്തിയാൽ നമുക്കും ഇൻഷാ അല്ലാഹ് ഫലിഹാദാ ഫൽഅമലിൽ ആമിലൂൻ, ഇതിനു വേണ്ടി വേണമെങ്കിൽ അധ്വാനിച്ചോളൂ എന്ന് പറയാതെ നമ്മുടെ ഹാല് കൊണ്ട് ലോകത്തോട് പറഞ്ഞ് ഉറക്ക ദിക്ർ ചൊല്ലി സ്വർഗം കണ്ട് ചിരിച്ച് സന്തോഷത്തോടെ നമുക്ക് മരിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അള്ളാഹുവെ പറഞ്ഞും കേട്ടതും കബൂലാക്കണേ അല്ലാഹ്. ഇന്നെ വായിച്ചെടുക്കാനുള്ള മനസ്സും അതിനുള്ള തന്റേടവും അതിനുള്ള ബുദ്ധിയും അതിനുള്ള വൈഭവവും അതിനുള്ള ബോധവും അതിനുള്ള ഭാഗ്യവും നൽകണേ അല്ലാഹ്. അള്ളാഹുവെ, നിന്നെ മനസ്സിലാക്കിയിട്ട് മാരിഫത്തിന്റെ ഒരു രസമുണ്ട്, അത് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നിനക്ക് വഴിപ്പെട്ട് കീഴ്പ്പെട്ട് ഭയപ്പെട്ട് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങളിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് പ്രയാസങ്ങൾ, എല്ലാ പ്രയാസങ്ങളും നീക്കി തരണേ അല്ലാഹ്. രോഗങ്ങളൊക്കെ മാറ്റി തരണേ അല്ലാഹ്. കടങ്ങളൊക്കെ വീട്ടി തരണേ അല്ലാഹ്. കച്ചവടങ്ങളിലും മറ്റു ഇടപാടിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. പരാജയത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അള്ളാഹുവെ, നഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. കടങ്ങളിൽ നിന്ന് മോചിതരാക്കണേ അല്ലാഹ്. അള്ളാഹുവെ, ഹൃദയത്തിന്റെ വൈഷമ്യത്തിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാഹ്. അസ്വസ്ഥതയിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാഹ്. അള്ളാഹുവെ, അറ്റാക്ക്, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ അടുപ്പിക്കല്ലേ അല്ലാഹ്. മാരണങ്ങളിൽ നിന്ന് മാരക രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അള്ളാഹുവെ, രാവിലെ തന്നെ നിന്റെ ദീന് കേൾക്കാൻ ഇരിക്കുന്ന ആളുകളെ ഹായിബീങ്ങളാക്കല്ലേ അല്ലാഹ്. അള്ളാഹുവെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ആ ദീർഘായുസിൽ മൊത്തം നിനക്ക് കീഴ്പ്പെട്ട് ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അവസാന നല്ല ദിവസം നല്ല സ്ഥലത്ത് നല്ല ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം കൊണ്ട് ചിരിപ്പിച്ച് മരിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ് കബറിൽ കിടക്കുന്നവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അവരുടെ കബറുകളിലേക്ക് സ്വർഗീയ സുഗന്ധം പ്രദാനം ചെയ്യണേ അല്ലാഹ്. പ്രകാശം നൽകണേ അല്ലാഹ്. സൗരഭ്യം പരത്തണേ അല്ലാഹ്. ഞങ്ങളും നാളെ ആ 6 അടിയുടെ ആഴിയിലേക്ക് ആരുമില്ലാതെ മൂക്കിൽ പഞ്ഞുമായി ഇറങ്ങി വരുമ്പോൾ മുത്തഖീങ്ങളുടെ ആതിഥേയത്വം കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ നാടിന്
നാടിനെ ചുറ്റുഭാഗങ്ങൾ അഭിവൃദ്ധിയിലാക്കണേ അല്ല. നിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയണേ അല്ല. ഈ പ്രഥമ പത്തിൽ റഹ്മത്തില്ലാതെ അള്ളാഹുവെ ആട്ടി അകറ്റപ്പെടുന്ന ദൗർഭാഗ്യത്തിൽ നിർഗുണ വിഭാഗത്തിൽ പെടുത്തല്ലേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار امته ومن محبيه برحمتك يا ارحم الراحمين. صلى الله تعالى سلام على خير الخلق سيدنا محمد وآله وصحبه اجمعين. سبحان ربك رب العزة عما يصفون. أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم إني على صيامه وقيامه واجنبني من هفواته وآثامه وارزقني ذكرك بدوامه بتوفيقك يا هادي المؤمنين. السلام عليكم.